ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലീഗൽ ഡയസ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോ ഓഫ് ടാക്സേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന STT എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുകയെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് അല്ലെങ്കിൽ STT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ള കാര്യമാണ്. അപ്പോൾ STT എന്ന് പറയുന്നത് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്, അതാണ് സെക്യൂരിറ്റി. STTയുടെ ഫുൾ ഫോമാണ് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ്, അപ്പോൾ ട്രാൻസാക്ഷൻ ആണെന്ന് നമ്മൾ ആ പേരിൽ തന്നെ പറയുന്നുണ്ട്. നമുക്കറിയാം എന്താണ് ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ ടാക്സ് ട്രാൻസാക്ഷൻ ആണ് ടാക്സ് payable in India on every purchase or sale of securities that are listed on the Indian Stock Exchange. ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സെക്യൂരിറ്റികളുടെ സെയിലോ അല്ലെങ്കിൽ എല്ലാ പർച്ചേസുകളും അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിൽ ടാക്സ് പേയബിളായിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ടാക്സ് പേയബിളാണ് ഈ STT എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് നോക്കാനുള്ളത്. അതായത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതല്ലെങ്കിൽ NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ BSE എന്ന് പറഞ്ഞാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇങ്ങനെ 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആണ് മെയിനായിട്ട് വരുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉൾപ്പെടും? ഷെയർ, അതുപോലെ തന്നെ ഡെറിവേറ്റീവ്സ് ഓർ ഇക്വിറ്റി ഓറിയൻറ്റഡ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് യൂണിറ്റ്, എക്സ്ക്ലൂഡിങ് കമ്മോഡിറ്റീസ് ആൻഡ് കറൻസി. കമ്മോഡിറ്റിയും കറൻസിയും ഒഴിച്ച് ബാക്കിയുള്ള ഷെയർ, ഡെറിവേറ്റീവ്സ്, മ്യൂച്വൽ ഫണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏതിൽ വരും? ഈ ഒരു STTക്കകത്ത് വരും. കമ്മോഡിറ്റീസും കറൻസി അവിടെ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ടാക്സ് എന്ന് പറയുന്നത് ഇപ്പം ഈ നമ്മളല്ലേ ഒരു ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ടാക്സ് ആണ്, ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നികുതിയാണ് ഈ STT എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടാക്സ് എന്ന് പറയുന്നത് ഓഫ് മാർക്കറ്റ് ട്രാൻസാക്ഷൻസിനോ അല്ലെങ്കിൽ അല്ലാതെ ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ കമ്മോഡിറ്റീസും കറൻസീസും എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കമ്മോഡിറ്റി അല്ലെങ്കിൽ കറൻസി ട്രാൻസാക്ഷൻസിനൊന്നും ഈ ഒരു ടാക്സ് ആപ്ലിക്കബിൾ ആകത്തില്ല. അതുപോലെ ഈ ഒരു STTയുടെ റേറ്റ് എന്ന് പറയുന്നത് സെൻട്രൽ അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെൻറ് ബഡ്ജറ്റിലൂടെ ഓരോ സമയം ഇങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് STTയുടെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര ഓർക്കുക, STT എന്ന് പറയുന്നത് അതിൻ്റെ ഫുൾ ഫോം എന്താണ്? സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ടാക്സ് ആണ്. ആരാണ്? ഇന്ത്യയിൽ പേയബിൾ ആയിട്ടുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ട്? ഓൺ എവറി പർച്ചേസ് ഓർ സെയിൽ ഓഫ് സെക്യൂരിറ്റീസ്. എന്നിട്ട് ആ സെയിൽ ഓഫ് സെക്യൂരിറ്റീസും പർച്ചേസൊക്കെ എവിടെ ലിസ്റ്റ് ചെയ്തതായിരിക്കണം? ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ. അപ്പോൾ 2 മെയിനായിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഏതൊക്കെയാണ്? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും അതുപോലെ തന്നെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും. പിന്നെ ഇതിൻ്റെ അകത്ത് ഷെയർ, ഡെറിവേറ്റീവ്സ്, പിന്നെ ഇക്വിറ്റി ഓറിയൻറ്റഡ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് യൂണിറ്റുകൾ, അതിൽ കമ്മോഡിറ്റിയും കറൻസിയും ഉൾപ്പെടുന്നില്ല. അപ്പോൾ അങ്ങനെ കമ്മോഡിറ്റി, കറൻസി, അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുകൾ, ഷെയർ, ഡെറിവേറ്റീവ്സ് ഇതൊക്കെ ഒഴിച്ച് ബാക്കിയുള്ളതിനെല്ലാം ഈ ഒരു കമ്മോഡിറ്റിയും കറൻസിയും അതുപോലെ തന്നെ ഓഫ് മാർക്കറ്റ് ട്രാൻസാക്ഷൻസും അതൊഴിച്ച് ബാക്കി എല്ലാത്തിനും ടാക്സ് ആപ്ലിക്കബിൾ ആണ്. ഇതിന് 3നും ടാക്സ് ആപ്ലിക്കബിൾ അല്ല. പിന്നെ എന്ത് പറഞ്ഞു? STT റേറ്റ് എന്ന് പറയുന്നത് യൂണിയൻ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ബഡ്ജറ്റിൻ്റെ സമയത്ത് ആ ഒരു ബഡ്ജറ്റിലൂടെ ഓരോ സമയത്തും പ്രിസ്ക്രൈബ് ചെയ്യും. ഇനി നമ്മൾ ടാക്സിൻ്റെ ഭാഷയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു STT അതായത് സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് ടാക്സ് ആണ്. ഇപ്പോൾ നമ്മൾ GST ഒക്കെ പറഞ്ഞപ്പോൾ അതൊരു ഇൻഡയറക്റ്റ് ടാക്സ് ആയിരുന്നു. STT എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് ടാക്സ് ആണ്. ആൻഡ് ഈ ഒരു ടാക്സിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ് വിച്ച് എ ബ്രോക്കർ നീഡ്സ് ടു ഫോളോ. ഒരു ബ്രോക്കർ ഫോളോ ചെയ്യേണ്ട ഒരു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട്, അതായത് ലോ പ്രകാരം തന്നെ പറയുന്ന ഒരു റിക്വയർമെൻ്റ് ആണ് ഈ ഒരു ടാക്സിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഒരു ടാക്സിൻ്റെ ലയബിലിറ്റി വരുന്നത് ആ ഒരു ബ്രോക്കർക്കാണ്. അപ്പം വെൻ ദ ക്ലയൻറ്റ് അണ്ടർടേക്ക് ട്രാൻസാക്ഷൻ ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ ഈ ക്ലയൻറ്റ് നടത്തി കഴിയുമ്പോൾ അവിടെയുള്ള ബ്രോക്കറിനാണ് ആ ഒരു ലയബിലിറ്റി വരുന്നത്. അപ്പോൾ കളക്റ്റഡ് എമൗണ്ട് എന്ത് ചെയ്യണം? ഗവൺമെൻറ്റിന് പേ ചെയ്യണം.
എന്നിട്ട് the charges and the rate of STT are reflected on the contract note which a broker provide to the client for every execution of trade. അതായത് ഓരോ ട്രേഡുകൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്തും ബ്രോക്കർ എന്ത് ചെയ്യും, ആ ഒരു ക്ലയൻറ്റിന് ഈ കോൺട്രാക്റ്റ് നോട്ടുകൾ കൊടുക്കും. അതിൻ്റെ അകത്ത് ഈ ഒരു STT റേറ്റിനെ പറ്റിയും അതിൻ്റെ ചാർജിനെ പറ്റിയും എല്ലാം കാണിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ ഓരോ ട്രാൻസാക്ഷൻസിനും സെക്യൂരിറ്റീസിനും അനുസരിച്ച് ഈ STT എന്ന് പറയുന്നത് ആ ഒരു ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞ് വേരി ചെയ്യാം, മാറി മാറി വരാം. അപ്പം ദേ ആർ വർത്ത് ഫൈൻഡിങ് ഔട്ട് about before you select a broker for any transaction in the market. അപ്പോൾ നമ്മളത് അതിന് മുന്നേ ഈ ഒരു ട്രാൻസാക്ഷന് വേണ്ടി ഒരു ബ്രോക്കറിനെ തിരഞ്ഞെടുക്കുന്നതിന് മുന്നായിട്ട് തന്നെ ഈ ഒരു റേറ്റ് എത്ര വരും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ബ്രോക്കറിന് ചിലപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് അഡീഷണൽ ഫീസ് കിട്ടാം. അപ്പം and these must not be mistaken for the taxes that must be levied on any client. അത് ക്ലയൻറ്റിന് കൊടുക്കാനുള്ള ടാക്സ് അല്ലെങ്കിൽ ലെവി ചെയ്യുന്ന ആ ഒരു ടാക്സുമായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ട്രാൻസാക്ഷൻ വഴി അല്ലാതെ എന്തെങ്കിലും അഡീഷണൽ ഫീസൊക്കെ ബ്രോക്കറിന് കിട്ടാറുണ്ട്. അപ്പോൾ ഈ ഒരു STT എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ആണ് കൊണ്ടുവന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അതിൻ്റെ അവോയ്ഡൻസ് നിർത്താൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ടാക്സ് അവോയ്ഡൻസ് നിർത്താൻ വേണ്ടിയിട്ട്. ടാക്സ് അവോയ്ഡൻസ് എന്താണ്, അതുപോലെ ടാക്സ് ഇവേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞതാണ്. അപ്പോൾ ആ ഒരു ടാക്സ് അവോയ്ഡൻസ് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് നിർത്താൻ വേണ്ടിയിട്ടാണ്, സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു STT കൊണ്ടുവന്നത്. ആൻഡ് 2013 അകത്ത് ഗവൺമെൻറ് 2013 വർഷത്തിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് എന്തിന് നിർബന്ധിതരായി? to curb the rate of taxation for the security transaction tax due to the large amount of protest by investors and brokers. ബ്രോക്കർമാരും അതുപോലെ തന്നെ നിക്ഷേപകരുടെയും ഒരുപാട് പ്രൊട്ടസ്റ്റുകൾ കാരണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ ഒരു STTക്കുള്ള ആ ഒരു ടാക്സേഷൻ റേറ്റ് നിയന്ത്രിക്കാനായിട്ട് നിർബന്ധിതരായി. അപ്പം trading community in general wished this tax to be lowered as high taxes mean profit are compromised for investors. അപ്പോൾ ജനറലി ആൾക്കാർ എന്താ വിചാരിച്ചത്? ഈ ഒരു STT കുറയ്ക്കണം എന്ന് തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശം. ജനറലി അവരുടെ ആഗ്രഹവും അത് തന്നെയായിരുന്നു. അപ്പോൾ ഇതാണ് STTയുടെ നമുക്ക് ബേസിക്കായിട്ട് പറയാനുള്ള കാര്യങ്ങൾ. STT എന്താണെന്നുള്ളതും അതിൻ്റെ അകത്ത് ആ ഒരു ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ തന്നെ വരുന്ന 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ, പിന്നെ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉൾപ്പെടും എന്തൊക്കെ ഉൾപ്പെടുന്നില്ല എന്നുള്ളൊരു കാര്യം. അതുപോലെ തന്നെ ഇതാരാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്, എപ്പോഴാണ്. പിന്നെ ഇതൊരു ഡയറക്റ്റ് ടാക്സ് ആണ്. ആൻഡ് ബ്രോക്കേഴ്സിൻ്റെ ഒരു സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻ്റ് ആണ് ഇതിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത്. അവർക്കായിരിക്കും ലയബിലിറ്റി വരുന്നത്. ഇവരെന്നിട്ട് കളക്ട് ചെയ്തിട്ട് ഇത് ഗവൺമെൻറ്റിന് പേ ചെയ്യണം. ആൻഡ് ആ ഒരു ബ്രോക്കർ അല്ലെങ്കിൽ ഈ ഒരു ക്ലയൻറ്റിന് കൊടുക്കുന്ന കോൺട്രാക്ട് നോട്ടിൻ്റെ അകത്ത് ഈ ഒരു ചാർജ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് STT ഒക്കെ കാണിച്ചിരിക്കണം. പിന്നെ പല ട്രാൻസാക്ഷൻ അനുസരിച്ച് ഇതിൻ്റെ റേറ്റ് മാറാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ മാർക്കറ്റിൽ ഒരു ബ്രോക്കറിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ബ്രോക്കറിന് ചില അഡീഷണൽ ഫീസും ഈ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നത് വഴി കിട്ടാം. പിന്നെന്താണ് STT എന്ന് പറയുന്നത് ഇന്ത്യയിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് കൊണ്ടുവന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു സ്റ്റോപ്പ് ടാക്സ് അവോയ്ഡൻസ് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. പിന്നെ 2013 വർഷം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ പറഞ്ഞ ഇൻവെസ്റ്റേഴ്സിൻ്റെയും ബ്രോക്കേഴ്സിൻ്റെയൊക്കെ ഒരുപാട് വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റുകൾ കാരണം ഈ ഒരു STTയുടെ റേറ്റ്, ആ ഒരു ടാക്സേഷൻ റേറ്റ് കുറയ്ക്കേണ്ട അല്ലെങ്കിൽ നിയന്ത്രിക്കാനായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിർബന്ധിതരായി. അപ്പോൾ ജനറലി അവർ ആഗ്രഹിച്ചത് എന്താണ്? ഈ ഒരു ടാക്സ് റേറ്റ് കുറയ്ക്കുക എന്നുള്ളത് തന്നെ ആയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു STTയുടെ STT ചാർജും അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കാനായിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ നമ്മൾ പറഞ്ഞ എന്താണ്? STT എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് ടാക്സ് ആണ്. STT ഈസ് എ ഡയറക്റ്റ് ടാക്സ് ഓഫ് ദ സിംപ്ലസ്റ്റ് ഫോം. ഇറ്റ് ഈസ് നോട്ട് കോംപ്ലക്സ് ഇൻ ഇറ്റ്സ് ആപ്ലിക്കബിലിറ്റി ഓർ ലെവി. ആ ഒരു STT അപ്ലൈ ചെയ്യാനോ അത് പ്രയോഗിക്കാനോ അല്ലെങ്കിൽ അത് പിരിച്ചെടുക്കാനോ ഒന്നും വലിയ പാടുള്ള കാര്യമല്ല, കോംപ്ലക്സ് ആയിട്ടുള്ളൊരു രീതിയൊന്നുമല്ല. അപ്പം ഈ ഒരു ടാക്സിൻ്റെ STTയുടെ ഫീച്ചേഴ്സ് ഈസിയാണ്. പക്ഷേ ഇത് എന്താണ്? ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടാക്സുമാണ്. ഈസിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് വെറുതെ അങ്ങ് കളയാൻ പറ്റുന്നതല്ല, ഇതൊരു ഇമ്പോർട്ടൻ്റ് കൂടാണ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദ ചാർജ് ഓഫ് STT ഈസ് ലെവീഡ് ഓൺ എവറി സെൽ ട്രാൻസാക്ഷൻസ് ഇൻ ദ കേസ് ഓഫ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ കോൺട്രാക്ട്സ്.
എന്ന് പറഞ്ഞാൽ എന്താണ്, SSTയുടെ ആ ഒരു ചാർജ് എല്ലാ സെൽ ട്രാൻസാക്ഷൻസിലും ലെവി ചെയ്യുന്ന SSTയുടെ ചാർജ് എന്ന് പറയുന്നത് ഇൻ ദ കേസ് ഓഫ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ കോൺട്രാക്റ്റ്. അപ്പോൾ ഫ്യൂച്ചറും അതുപോലെ തന്നെ ഓപ്ഷൻ കോൺട്രാക്റ്റ്, ഈ രണ്ട് ടേമാണ് നമുക്കിവിടെ നോക്കുന്നത്. ഫ്യൂച്ചറും ഓപ്ഷൻ കോൺട്രാക്റ്റിൻ്റെ കാര്യത്തിൽ സെൽ ട്രാൻസാക്ഷനിൽ ലെവി ചെയ്യുന്ന STTയുടെ ചാർജ്. അപ്പോൾ എന്താണ്, ആ ഒരു ഫ്യൂച്ചർ അല്ലെങ്കിൽ ഓപ്ഷൻ കോൺട്രാക്റ്റിൻ്റെ ട്രാൻസാക്ഷൻ അനുസരിച്ചായിരിക്കും ഈ STTയുടെ ചാർജ് വരുന്നത്, ലെവി ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ദി സെൽ ട്രാൻസാക്ഷൻ പെർട്ടൈനിങ് ടു എനി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ കോൺട്രാക്ട് വിൽ ഹാവ് ആൻ SST ടാക്സ് ലെവീഡ് അപ്പോൺ ദം. അതിപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്. അപ്പോൾ അവിടെ ഈ ഒരു ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എവറി ഫ്യൂച്ചർ കോൺട്രാക്ട് ഗെറ്റ് വാല്യൂഡ് അറ്റ് ദി ട്രൂ ട്രേഡ് പ്രൈസ്. അപ്പം അതിൻ്റെ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ എങ്ങനെയാണ് നോക്കുന്നത്, ട്രൂ ട്രേഡഡ് പ്രൈസ് എത്രയാണോ അത് തന്നെ ആയിരിക്കും അതിൻ്റെ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഈ ഒരു ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴുള്ള കാര്യമാണ് പറഞ്ഞത്. അതല്ല ഓപ്ഷൻ കോൺട്രാക്റ്റുകളുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ ട്രേഡ് വാല്യൂ ചെയ്യപ്പെടുന്നത് അതിൻ്റെ പ്രീമിയത്തിനനുസരിച്ചാണ്. അപ്പോൾ അത് രണ്ടും ഓർക്കുക. ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ആകുമ്പോൾ ട്രൂ ട്രേഡഡ് പ്രൈസും പിന്നെ ഓപ്ഷൻ കോൺട്രാക്റ്റ് ആകുമ്പോൾ പ്രീമിയവും. ഇനി ഇൻ ടേംസ് ഓഫ് ദ എമൗണ്ട് ഓഫ് SST ദാറ്റ് ഈസ് പേയബിൾ ബൈ എ ക്ലിയറിംഗ് മെമ്പർ, ദ ടോട്ടൽ ഓഫ് ഓൾ SST ടാക്സസ് ഓഫ് ദ ട്രേഡിംഗ് പേഴ്സൺ അണ്ടർ ദ മസ്റ്റ് ബി പെയ്ഡ്. അപ്പം SST എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ക്ലിയറിംഗ് മെമ്പർ പേ ചെയ്യേണ്ട SST, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ എല്ലാ SST ടാക്സും ട്രേഡിംഗ് പേഴ്സൺസ് ഇതിൻ്റെ അണ്ടറിൽ വരുന്ന അവർക്ക് ഏതൊക്കെ SST വരുന്നുണ്ടോ ആ എല്ലാ ടാക്സുകളും കൂടി പേ ചെയ്തിരിക്കണം. ആൻഡ് SST ഈസ് എൻഫോഴ്സ്ഡ് അറ്റ് എ ഫിക്സ്ഡ് റേറ്റ് ഓൺ ട്രാൻസാക്ഷൻ വാല്യൂ. SST എന്ന് പറയുന്ന ഒരു ഫിക്സ് റേറ്റ് ആയിരിക്കും നമ്മുടെ ട്രാൻസാക്ഷൻ വാല്യൂവിനനുസരിച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാൽക്കുലേഷൻ പ്രോസസ്സിനെ അത് കുറച്ച് സിംപ്ലിഫൈ ചെയ്യും. അതുപോലെ ട്രേഡേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനും പ്രെഡിക്റ്റബിലിറ്റി, ഇത് എത്രയാണ് ഇത് വരും എന്നുള്ളതൊന്ന് മുൻകൂട്ടി കാണാനായിട്ടും പറ്റും. അപ്പോൾ ഇതാണ് SST ചാർജ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്. അപ്പോൾ ഓർക്കുക, SST ഒരു ഡയറക്റ്റ് ടാക്സ് ആണ് ഇൻ ദി ഓഫ് ദ സിംപ്ലസ്റ്റ് ഫോം. അത് ആപ്ലിക്കബിലിറ്റിയിൽ അല്ലെങ്കിൽ ലെവിയിൽ കോംപ്ലക്സ് അല്ല. അത് ഫീച്ചേഴ്സ് ഈസിയാണ് പക്ഷേ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ചാർജ് ഓഫ് SST ഈസ് ലെവീഡ് ഓൺ എന്തിൻ്റെ ബേസിസിലാണ്, എവറി സെൽ ട്രാൻസാക്ഷൻ ഇൻ ദ കേസ് ഓഫ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ കോൺട്രാക്റ്റ്. അത് രണ്ടുമാണ് ഓർക്കേണ്ടത്, ഫ്യൂച്ചറും ഓപ്ഷനും. ദെൻ ഈ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്യൂച്ചർ കോൺട്രാക്ട് ഗെറ്റ് വാല്യൂഡ് അറ്റ് ട്രൂ ട്രേഡഡ് പ്രൈസ് ആൻഡ് ഇൻ കേസ് ഓഫ് ഓപ്ഷൻ കോൺട്രാക്ട് ദ ട്രേഡ് ഈസ് വാല്യൂഡ് അറ്റ് പ്രീമിയം. ദെൻ SST പേയബിൾ ബൈ എ ക്ലിയറിംഗ് മെമ്പർ എന്ന് പറയുന്നത് ടോട്ടൽ ഓഫ് ഓൾ SST ടാക്സസ് ഓഫ് ദ ട്രേഡിംഗ് പേഴ്സൺ അണ്ടർ ദം മസ്റ്റ് ബി പെയ്ഡ്. ദെൻ SST എൻഫോഴ്സ് ചെയ്യപ്പെടുന്നത് ഒരു ഫിക്സ്ഡ് റേറ്റിലാണ് ഓൺ ദ ട്രാൻസാക്ഷൻ വാല്യൂ. ആൻഡ് അത് കാൽക്കുലേഷൻ പ്രോസസ്സിനെ സിംപ്ലിഫൈ ചെയ്യുകയും ചെയ്യും. ഇൻവെസ്റ്റേഴ്സിനൊക്കെ ഇത് പ്രെഡിക്റ്റബിലിറ്റിയും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഇനിയുള്ളതാണ് SST ആപ്ലിക്കബിലിറ്റി എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഇന്ത്യയിലെ ഡൊമസ്റ്റിക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വെച്ച് നോക്കുമ്പം ആ ഒരു STT ലെവി ചെയ്യപ്പെടുന്നത് ട്രാൻസാക്ഷൻസിനനുസരിച്ചാണ്. നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, ഓരോ ട്രാൻസാക്ഷൻസിൻ്റെയും STT റേറ്റ് എന്ന് പറയുന്നത് വേരി ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്കൊരു ആക്ട് നോക്കണം, സെക്യൂരിറ്റീസ് കോൺട്രാക്റ്റ് ആക്ട് 1956 എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ആക്ട് പ്രകാരം ചില സെക്യൂരിറ്റി ട്രാൻസാക്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ബോൺഡ്സ്, ഷെയർസ്, ഡിബഞ്ചേഴ്സ് ആൻഡ് എനി അതർ മാർക്കറ്റബിൾ സെക്യൂരിറ്റി ട്രേഡഡ് അറ്റ് സ്റ്റോക്ക് മാർക്കറ്റ്. സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന ബോണ്ട്, ഷെയർ, ഡിബഞ്ചർ, പിന്നെ മറ്റെന്തെങ്കിലും മാർക്കറ്റബിളായിട്ടുള്ള സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ അതും സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നതായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ ഒരു ഇതിൻ്റെ അകത്ത് വരും. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ മാർക്കറ്റുകളിൽ ട്രേഡ് ചെയ്യുന്ന ഡെറിവേറ്റീവ്സ്. അപ്പോൾ ആദ്യം പറഞ്ഞത് സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ട്രേഡ് ചെയ്യുന്ന ബോണ്ട്, ഷെയർ, ഡിബഞ്ചറൊക്കെ പറഞ്ഞു. ഇവിടെ എന്താണ്, ഡെറിവേറ്റീവ്സ് വിച്ച് ഇസ് ട്രേഡഡ് ഇൻ ദ മാർക്കറ്റ്. ദെൻ മൂന്നാമത്തതാണ് any unit which are issued to the customers by a scheme of collective investment. കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സ്കീമിലൂടെ കസ്റ്റമേഴ്സിന് ഇഷ്യൂ ചെയ്യുന്ന എന്തെങ്കിലും ഒരു യൂണിറ്റുകൾ. അപ്പോൾ ഡെറിവേറ്റീവ്സ് യൂണിറ്റ്. ഇനി അടുത്തെന്താ പറയുന്നത്, സെക്യൂരിറ്റീസിനകത്ത് വരുന്ന എന്തെങ്കിലും ഇൻട്രസ്റ്റുകളോ അല്ലെങ്കിൽ റൈറ്റുകൾ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് ബേസ്ഡ് ഓൺ ട്രേഡിംഗ് ഇൻ ഇക്വിറ്റീസ്.
പിന്നെ അടുത്തതാണ് എനി ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ദാറ്റ് ഹാവ് ദ നേച്ചർ ഓഫ് ഇക്വിറ്റി നേച്ചർ വരുന്ന എന്തെങ്കിലും ഒരു ഗവൺമെൻറ് സെക്യൂരിറ്റി. അപ്പോൾ ഇത്രയും സെക്യൂരിറ്റി ട്രാൻസാക്ഷൻസ് ആണ് ഈ ഒരു STTയുടെ ആപ്ലിക്കബിലിറ്റിയിൽ വരുന്നത്. അപ്പോൾ ആ ഒരു അതിൻ്റെ ആപ്ലിക്കബിലിറ്റി അനുസരിച്ച് ഏതൊക്കെ ട്രാൻസാക്ഷൻസിൽ വരുന്നു എന്നനുസരിച്ചാണ് STT ലെവി ചെയ്യുന്നത്. അപ്പോൾ അതിൽ വരുന്ന സെക്യൂരിറ്റി ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണെന്ന് സെക്യൂരിറ്റീസ് കോൺട്രാക്ട് ആക്ട് 1956 പറയുന്നത്. ആദ്യം പറഞ്ഞ എന്താണ്, സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന തരത്തിലുള്ള ഷെയർ, ബോണ്ട്, ഡിബെഞ്ചർ, ദെൻ മാർക്കറ്റബിൾ സെക്യൂരിറ്റി. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന തരത്തിലുള്ള ഡെറിവേറ്റീവ്സ്, പിന്നെന്താണ് യൂണിറ്റ് വിച്ച് ആർ ഇഷ്യൂഡ് ടു ദ കസ്റ്റമേഴ്സിന് ഇഷ്യൂ ചെയ്യുകയാണ്. എന്ത് രീതിയിലാണ്? ബൈ സ്കീം ഓഫ് കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് സെക്യൂരിറ്റീസിൽ തന്നെ വരുന്ന ഇൻട്രസ്റ്റുകളും റൈറ്റുകളും, അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് ബേസ്ഡ് ഓൺ ട്രേഡിംഗ് ഇൻ ഇക്വിറ്റീസ്. പിന്നെന്തായിരുന്നു? നേച്ചർ ഓഫ് ഇക്വിറ്റി ഉള്ള ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ഇത്രയാണ് STTയുടെ ആപ്ലിക്കബിലിറ്റിക്കകത്ത് വരുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്കിതിൻ്റെ STTയുടെ എക്സംഷൻ നോക്കാനുണ്ട് അണ്ടർ ദ ഇൻകം ടാക്സ് പ്രകാരം ഇതിന് STTക്ക് എന്തൊക്കെ എക്സംഷനാണ് വരുന്നത്. ഇപ്പം നമ്മൾ STTയുടെ തന്നെ ബേസിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷനും അതുപോലെ STT ചാർജും അതിൻ്റെ ഫീച്ചേഴ്സും പഠിച്ചു. അത് കഴിഞ്ഞിട്ട് STT ഏതൊക്കെ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻസിന് ആപ്ലിക്കബിൾ ആണ്. ഇനി പറയാൻ പോകുന്നത് എന്താണ്? STTയുടെ എക്സംഷൻ, ഇൻകം ടാക്സ് വരുമ്പം അതിൻ്റെ അകത്ത് എക്സംഷൻ വരുന്നത്. അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് 1961 സെക്ഷൻ 36 പ്രകാരം STT ക്യാൻ ബി ക്ലെയിംഡ് അണ്ടർ ഇൻകം ടാക്സ് ഇഫ് ദ STT amount which you have paid is allowed as business expenditure provided you are showing the share income under the head profit or gain from business or profession. അപ്പോൾ എന്താ പറയുന്നത്? നമ്മൾ ഒരു ഇൻകം ടാക്സ് ആക്ടിൻ്റെ സെക്ഷൻ 36 പ്രകാരം STT നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇൻകം ടാക്സ് പ്രകാരം ക്ലെയിം ചെയ്യാം. എപ്പോഴാണ്? STT എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ പേ ചെയ്ത STT എമൗണ്ട് ഒരു ബിസിനസ് എക്സ്പെൻഡിച്ചർ എന്നുള്ള രീതിയിൽ അലോ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതെപ്പോഴാണ്? നമ്മളവിടെ ആ ഒരു ഷെയർ ഇൻകം എന്ന് പറയുന്നത് നമുക്ക് എവിടെ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞാൽ കാണിക്കുന്നത് നമ്മുടെ മറ്റേ 5 ഡിഫറെൻറ്റ് ഹെഡ്സിൻ്റെ അകത്ത് തന്നെ പ്രോഫിറ്റ് ഓർ ഗെയിൻ ഫ്രം ബിസിനസ് ആൻഡ് പ്രൊഫഷൻ എന്ന് പറയുന്ന ഹെഡിൽ നിന്നാണ് ഈ ഒരു ഷെയർ ഇൻകം കിട്ടിയത് എന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ട് ഒരു ബിസിനസ് എക്സ്പെൻഡിച്ചർ പ്രൊവൈഡ് ചെയ്യുവാണ്. ബിസിനസ് എക്സ്പെൻഡിച്ചർ എന്നുള്ള രീതിയിൽ നമുക്ക് ആ ഒരു STT എമൗണ്ട് നമ്മൾ പേ ചെയ്തു. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് STT ഇൻകം ടാക്സ് പ്രകാരം ക്ലെയിം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പക്ഷേ ഒരു കാര്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ആൻ അസസി ഈസ് എ സാലറീഡ് ഓർ സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺ who deal in stock transaction only for investment purpose and trading in security is not what he does as his main line of profession. അപ്പോൾ എന്താണ് അയാൾ ഒരു അസസി എന്ന് പറയുന്ന ഒരാൾ ഒരു സാലറീഡ് അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അയാൾ ഈ ഒരു സ്റ്റോക്ക് ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുന്നത് വെറുതെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതല്ലാതെ അയാളുടെ ആ ഒരു മെയിൻ ലൈൻ ഓഫ് പ്രൊഫഷൻ എന്നുള്ള രീതിയിൽ അയാൾ ഈ ഒരു ട്രേഡിംഗ് ഇൻ സെക്യൂരിറ്റീസ് ഒന്നും അയാളുടെ മെയിൻ ലൈൻ ഓഫ് പ്രൊഫഷൻ ഒന്നും അല്ല. അങ്ങനെ വരുമ്പം അത്തരത്തിലുള്ള ഗെയിൻ അല്ലെങ്കിൽ ലോസുകളെ നമ്മൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ഇങ്ങനെയൊക്കെ കണക്കാക്കത്തുള്ളൂ. ഡിപ്പെൻഡിങ് അപ്പോൺ ദ പീരീഡ് ഫോർ വിച്ച് ദ സ്റ്റോക്സ് ആർ ഹെൽഡ്. എത്ര നാളത്തേക്കാണോ ആ ഒരു സ്റ്റോക്ക് ഹെൽഡ് ചെയ്ത് വെക്കുന്നത് ആ ഒരു പീരീഡിനെ ബേസ് ചെയ്ത് നമ്മൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നോ അല്ലെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നൊക്കെ ആയിരിക്കും അത്തരത്തിലുള്ള ഗെയിൻ അല്ലെങ്കിൽ ലോസിനെയൊക്കെ ഗ്രൂപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്കും ഈ ഒരു ഇൻകം ടാക്സ് പ്രകാരം STT ക്ലെയിം ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതാണ് അവിടെ പറയുന്നത്. അപ്പോൾ അത്ര ഓർക്കുക. സെക്ഷൻ 36 ഓഫ് ദ ഇൻകം ടാക്സ് ആക്ടിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് ഇൻകം ടാക്സ് പ്രകാരം STT ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. എപ്പോഴാണ്? ഈ ഒരു ബിസിനസ് എക്സ്പെൻഡിച്ചർ എന്നുള്ള രീതിയിൽ നമ്മൾ ഓൾറെഡി STT എമൗണ്ട് പേ ചെയ്തിട്ടുണ്ട്. അപ്പം അത് ആ ഒരു ബിസിനസ് എക്സ്പെൻഡിച്ചറിന് നമുക്ക് അലോ ചെയ്ത് കിട്ടിയതാണ്. നമ്മളവിടെ ഒരു ഇൻകം ഈ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്ന ഹെഡിൽ കാണിച്ചപ്പോഴാണ് അങ്ങനെ കിട്ടുന്നത്. അപ്പോൾ ചില സാഹചര്യങ്ങൾ ഇപ്പോൾ ആ ഒരു അസസി എന്ന് പറയുന്നത് സാലറീഡ് അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്ഡ് പേഴ്സൺ ആണ്. അപ്പോൾ അയാൾ ഈ ഒരു സ്റ്റോക്ക് ട്രാൻസാക്ഷൻ നടത്തുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ അയാളുടെ പ്രൊഫഷൻ എന്നുള്ള രീതിയിലല്ല, മെയിൻ ലൈൻ ഓഫ് പ്രൊഫഷൻ എന്നുള്ള രീതിയിലല്ല ചെയ്യുന്നത്.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് ആ ഗെയിൻ അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം അല്ലെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നോ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നോ അത് ആ ഒരു പീരീഡിനനുസരിച്ചായിരിക്കും തീരുമാനിക്കുന്നത് ഏത് വരും എന്നുള്ളത്. അപ്പോൾ അതുപോലെ അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇൻകം ടാക്സ് പ്രകാരം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, STT ക്ലെയിം ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നുള്ള കാര്യമാണ് അവിടെ പറയുന്നത്. ആൻഡ് ഇനി നമ്മൾ ഇതിൽ തന്നെ ഒരു വർഷം അവസാനിക്കുമ്പോഴത്തേക്കും ഈ ഒരു STTയുടെ ഒരു സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യും. അതായത് നമ്മൾ ആ ഒരു STT ആ ഒരു ഇയറിൽ ത്രൂ ഔട്ട് ദ ഇയർ എത്ര STT പേ ചെയ്തു എന്നുള്ള രീതിയിൽ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പം നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞ കണ്ടീഷൻ അനുസരിച്ച് STTയുടെ ആ ഒരു ടാക്സ് ക്രെഡിറ്റ് നമുക്ക് കിട്ടും. STT എന്ന് പറയുന്നത് കുറച്ചുകൂടി ക്വിക്ക്, ഇഫക്റ്റീവ് ആൻഡ് ട്രാൻസ്പെറൻറ്റ് ടാക്സ് ആണ്. ആദ്യമേ നമ്മൾ പറഞ്ഞല്ലോ ഇതൊരു സിമ്പിളായിട്ടുള്ള ഡയറക്റ്റ് ടാക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇഫക്റ്റീവും ക്വിക്കും ട്രാൻസ്പെറൻറ്റുമാണ്. ആൻഡ് ദിസ് ഈസ് എ യുണീക്ക് ടാക്സ് ദാറ്റ് ഗെറ്റ്സ് ലെവീഡ് ആസ് സൂൺ ആസ് ദ ട്രാൻസാക്ഷൻ ട്രാൻസ്പെയേഴ്സ്. എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു ട്രാൻസാക്ഷൻ അവിടെ റിവീൽ ചെയ്യപ്പെടുമ്പോൾ തന്നെ ആ ഒരു യുണീക്ക് ടാക്സ് ലെവി ചെയ്യപ്പെടും. ആൻഡ് ദർ ഈസ് ഹെൻസ് നോ ഹാസൽ ഓഫ് നോൺ കംപ്ലയൻസ് ഓർ നോൺ പേയ്മെൻറ്റ് ഓർ ഓഫ് എനി ഇൻകറക്റ്റ് പേയ്മെൻറ്റ്. അപ്പോൾ അവിടെ ഇത് പാലിച്ചില്ലെന്നോ, അതായത് നോൺ കംപ്ലയൻസ് എന്നാൽ അത് പാലിച്ചില്ലെന്നോ അല്ലെങ്കിൽ പേയ്മെൻറ്റ് നടത്തിയില്ല, അതല്ലെന്നുണ്ടെങ്കിൽ ഇൻകറക്റ്റ് പേയ്മെൻ്റ് ആണ്, ഇങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അവിടെ വരുന്നില്ല. ആ ട്രാൻസാക്ഷൻ ട്രാൻസ്ഫർ ആകുമ്പോൾ തന്നെ അത് ലെവി ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു യുണീക്ക് ടാക്സ് ആണിത്. സിമ്പിളാണ്, ഇഫക്റ്റീവാണ്, ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് STT എന്ന് പറഞ്ഞിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ STT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്. അപ്പോൾ അതിൻ്റെ തന്നെ നമ്മൾ ഫീച്ചേഴ്സ് പറഞ്ഞു, ആപ്ലിക്കബിലിറ്റി ആൻഡ് എക്സംഷൻ അണ്ടർ ഇൻകം ടാക്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ഈ ഒരു ടോപ്പിക്ക് ഇത്രേ ഉള്ളൂ. നമുക്ക് ഇനി ഇതിൻ്റെ ബാലൻസ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, ആൻഡ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.